ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, ഞാൻ ഇന്ന് സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് പോയില്ല, കാരണം എനിക്ക് നല്ല സുഖമില്ല. അപ്പോൾ നേരെ നമ്മൾ ചൂര മീൻ കറിയും തട്ടുദോശയും ഉണ്ടായിരുന്നു. അത് കഴിച്ച് നമുക്ക് നേരെ പഠിക്കാനിരിക്കാം കേട്ടോ. അപ്പോൾ നാളെ തിങ്കളാഴ്ച എക്സാമാണ്. അതെ, അടുത്ത 18-ാം തീയതിയാണ് നമുക്ക് ഓണം എക്സാം, തിങ്കളാഴ്ച. അതിന് തൊട്ട് തലേ ദിവസം പഠിക്കാൻ എനിക്കൊരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും പഠിച്ചല്ലേ പറ്റും. പിന്നെ ടൈം ടേബിൾ നോക്കി ഫസ്റ്റ് തന്നെ സോഷ്യൽ എന്തായാലും പഠിച്ചല്ലേ പറ്റും, പഠിക്കാം. ഫസ്റ്റ് തന്നെ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ടേബിളിലെടുത്ത് വെച്ചു. അപ്പോൾ തന്നെ കറണ്ട് പോയി. പിന്നെ ടോർച്ച് അടിച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. കാരണം ഏതൊക്കെ ഭാഗങ്ങളിലാണെന്ന് വരുന്നത് മനസ്സിലാകത്തില്ല. അപ്പോൾ കുറച്ചുകൂടെ ഞാൻ ടീച്ചർമാരും സാർമാരും പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഒന്ന് റിവിഷൻ അടിച്ച് നോക്കിയായിരുന്നു. ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പേ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് വീണ്ടും റിവിഷൻ അടിച്ചു. ഒക്കെ നേടാൻ പറ്റും. ഇപ്പം തന്നെ 30% മാർക്കുള്ള കുട്ടികൾ മാത്രമാണ് വിജയിപ്പിച്ച് വിടുന്നുള്ള പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ എന്തായാലും ടഫായിട്ടിരുന്ന് പഠിച്ചാൽ മാത്രം നമുക്ക് അതിനുള്ള അതിൻ്റെ റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഞാൻ ഇത് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. 2 ആഴ്ച ഞാൻ ഇന്ന് ശനിയാഴ്ച പോയില്ല, എനിക്കിന്ന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ട് തന്നെ ആ സമയം കൊണ്ട് എനിക്ക് പഠിച്ചു തീർക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഇന്ന് പഠിച്ചു തീർക്കാമെന്ന് വെച്ചാൽ ഞാൻ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ കുറേയധികം പഠിച്ചു തീർക്കാനുണ്ടായിരുന്നു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. സോഷ്യൽ സയൻസിൻ്റെ ഹിമാലയം, പഞ്ചാബ്, ഹരിയാന, സംതരം അങ്ങനെയൊക്കെ. ഞാൻ മലയാളം മീഡിയം ആയതുകൊണ്ട് കുറച്ച് ടഫായിട്ട് ഒന്നും തോന്നുന്നില്ല. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ അതിനെക്കാട്ടും ടഫായിരിക്കും. എനിക്കറിയത്തില്ല, ഓരോ സബ്ജക്റ്റായിട്ടുള്ള അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ മലയാളം മീഡിയം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. ഇംഗ്ലീഷ് മീഡിയം സിമ്പിളായിരിക്കും. ഹിമാലയം കിടക്കും. ഹിമാലയം എന്ന് പറഞ്ഞാൽ കുറേയധികം സബ്ജക്റ്റ് ഇതിൽ പഠിക്കാനുണ്ട്. അതൊക്കെ നല്ലോണം ടഫായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ റിവിഷനായിട്ട് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ വരുന്ന പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തി സാറ് വരുന്ന ഇന്ന ഭാഗങ്ങൾ വരും ഇന്ന് ഫോണിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇത് മാർക്ക് ചെയ്ത് ഞാനൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ പാഠം പരീക്ഷയ്ക്ക് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്ത് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. 3ാമത്തെ പഠനത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അവിടുത്തെ കുറച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ദരിദ്രം എന്ന് പറഞ്ഞത് എന്തൊക്കെയോ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ പോയിൻറ്റ്സൊക്കെ ദരിദ്രം എന്ന് പറഞ്ഞ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് സോഷ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ സോഷ്യലും കെമിസ്ട്രി, ഫിസിക്സ് ഒക്കെ അങ്ങ് മടക്കി കുത്തിവെച്ചു. കാരണം പഠിച്ചു കഴിഞ്ഞു. ഞാൻ അങ്ങനെ കുറേ സമയത്തതിന് ശേഷം ഞാനതെല്ലാം പഠിച്ചു കഴിഞ്ഞ് ബുക്കൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് അത് പുറത്തേക്ക് പോയി നോക്കാൻ പോവുകയാണ്. അതായത് ബുക്കൊക്കെ ഒന്ന് അവിടെ ഒതുക്കി വെക്കും. ഇത് നല്ല പുറത്ത് നല്ല മഴയൊക്കെയാണ്. വെള്ളിശ്ശേരി ഞാൻ പോയപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് മഴയൊക്കെ നല്ലോണം കുറഞ്ഞു. പക്ഷേ ആ വെള്ളച്ചാട്ടമൊക്കെ കയറേണ്ടത് നല്ല രസമില്ലായിരുന്നു. എൻ്റെ പൊന്നിനും കൊണ്ട് ഇന്ന് അംഗൻവാടി പോയായിരുന്നു. കാരണം എൻ്റെ ശ്രീകുട, അതായത് എൻ്റെ അനിയനാണ്, അവരെ കൊണ്ടൊന്ന് അംഗൻവാടി പോയായിരുന്നു. അതായത് സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കളികളൊക്കെ ഉണ്ടായിരുന്നു. അവൻ കുറച്ച് കുറുമ്പായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേനും. കഴിഞ്ഞ് എന്തൊക്കെയോ കീറി മുറിച്ചെടുത്ത് അങ്ങനെ പതാകയ്ക്ക് ഉയർത്തി കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ കളിക്കാൻ കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്മുടെ ഭാഗത്തേക്കേ വരത്തില്ല. പിന്നെ അവിടുന്ന് കുറച്ച് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം അപ്പോൾ നമ്മൾ ഇതും കണ്ട് അങ്ങോട്ട് ഇരിക്കുവാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കത്തുള്ളൂ. അതുവരെ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. നല്ല രസമുണ്ട് ഇങ്ങനെ ഉയർത്തുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അംഗൻവാടിയിലത്തെ ഉള്ളിലത്തെ കാഴ്ചകളാണ്. ഞാൻ പഠിച്ച സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു. കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നല്ലോണം മാറിയിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കളിപ്പാട്ടം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ ഇവിടെ ഉണ്ട്. നല്ല രസമാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. ഞാൻ പോയില്ലായിരുന്നു, അമ്മ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡ്രോയിങ് ഞാൻ പഠിക്കുന്ന കാലത്തിലായിരുന്നു. അത് ചെറുതായിട്ട് ഒരു മാറ്റമൊക്കെ വരുത്തിയിട്ട് വരച്ച സംഭവമാണ് കേട്ടോ. അങ്ങനെ അവർക്ക് പായസമൊക്കെ കൊടുക്കാൻ, നമ്മളെ എന്തൊരു പായസമാണ്, അരിപ്പായസമാണ് കേട്ടോ. ആ പായസമൊക്കെ കൊടുത്തു. നമ്മൾ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കപ്പത്തോട്ടം കണ്ടു. അതായത് എൻ്റെ കപ്പത്തോട്ടമാണ്, നമ്മളെ കപ്പത്തോട്ടമാണ്. പിന്നെ മഴക്കാലത്തെല്ലാം മഞ്ഞപ്പൂ ഉണ്ടാവത്തുള്ളൂ. അതൊക്കെ ഒന്ന് കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ നേരെ വിട്ട് വന്നു. ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നല്ല മോരുകറിയും ചൂരക്കറിയും ചീരത്തോരനും ഉണക്കമീൻ കറിയും പയറുതോരനും അച്ചാറും. അടുത്ത വീഡിയോ കാണാം.